ഇങ്ങോട്ട് വാ നോക്കട്ടെ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. കുട്ടാപ്പി ഇപ്പൊ പോയിട്ടുണ്ട്. നമ്മുടെ സിംബക്കുട്ടനെ തേനീച്ച് കുത്തിയിട്ട് ചെറിയൊരു മുറിവായിട്ടുണ്ടേ. അപ്പോൾ അത് ഡോക്ടറെ കാണിച്ചു. ഇപ്പോൾ അവരുടെ ട്രീറ്റ്മെൻ്റൊക്കെ കഴിഞ്ഞു. അപ്പം മരുന്ന് കൊടുക്കുന്നത് കാറ്റ് ഫുഡിലാണ്. അത് മറ്റേതിൽ ഇത് അവിടെ നോക്ക്, പിന്നാലെ നടക്കുകയാണ്. മറ്റേ വിസ്കാസിന് ഗ്രേവിയിൽ മരുന്ന് മിക്സ് ആക്കിയിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത് സിംബാക്ക്. വലിയ സിംബാക്ക് കേട്ടോ, ചെറിയ സിംബയല്ല. ഇങ്ങോട്ട് വാ, മാറി മാറി. ഇത് എന്താണ് ഇത് കണ്ടില്ലേ? ഇതിപ്പോ സിംബാക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടി ഗ്രേവി, അത് ഇവര് കാണിക്കാണ്ടിരിക്കുക. ആ പാത്രം കൊണ്ടുക്കാം. ഇവര് അറിയണ്ടെന്ന് പറഞ്ഞിട്ട് ഇതുപോലുള്ളൊരു പാത്രത്തിലാണ് ഗ്രേവി ആക്കി മരുന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് മണം പിടിച്ചു വന്ന് പിന്നാലെ നടക്കുന്നു. എന്ത് എന്ത് കൊണ്ട എനിക്കിതാണ്. അത് മരുന്നല്ലേ, അത് സിംബച്ചക്കന് കൊടുക്കാനുള്ളതാണേ. ചെറുത്ത് നോക്ക്. എന്റെ പൊഞ്ഞിന് വേറെ തരവാ, അമ്മ തരവാ, അമ്മ തരാം. പുറത്തു പോവല്ലേ, ബാ അമ്മ തരവാ, അമ്മ തരാം, അമ്മ തരാം. തല്ലൂടുണ്ട്, രണ്ടാൾ തല്ലൂടുണ്ട്. അമ്മ തരാം കേട്ടാ, മക്കൾക്ക് അമ്മ തരാം. ഇപ്പൊ തരേ. അത് സിംബക്കുട്ടനക്കല്ലേ. ഓക്കെ, അത് സിംബയ്ക്ക് മരുന്ന് കൊടുക്കാപ്പോ ഞാൻ. അയ്യോ എന്നെ മാറ്റി കൊല്ല്, ഞാൻ എന്ത് ചെയ്ത്. അതുണ്ടോ, അവിടെ നിന്നാണ് ഇക്ക മരുന്ന് മിക്സ് ചെയ്ത് കൊടുത്തത്. നമ്മൾ സിംബൻ്റെ മുറിവ് നല്ല വലിപ്പമുള്ളതാണ്. ഞാനപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇടാൻ പറ്റിയിട്ടില്ല, അത് ഇടുന്നുണ്ട് എന്തായാലും. അതുണ്ടോ, വിസ്കാസിൻ്റെ ഗ്രേവിൻ്റെ ഇതാണ് കഴിക്കുന്നത്. ഇവർക്കും കൊടുക്കും ഗ്രേവി. പക്ഷെ ഇപ്പം മരുന്ന് കൊടുക്കാൻ അവനെ 2 നേരം മരുന്നുണ്ട്. അപ്പം മരുന്ന് വായി കൊടുത്തു കഴിഞ്ഞാൽ അവൻ തല്ലും, കഴിക്കൂല. നല്ല നല്ല തല്ല് കിട്ടും എനിക്ക്. ചില സമയത്ത് എൻ്റെ കയ്യിലൊക്കെ മുറിവായിട്ടുള്ള വീഡിയോ നിങ്ങൾ കാണാറുള്ളതല്ലേ. അവൻ തല്ലുന്നൊക്കെ. മരുന്നൊക്കെ കൊടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ നല്ല രീതിക്ക് തല്ലും പിടിച്ചിട്ട്. അപ്പോൾ അതിന് കണ്ടുപിടിച്ചൊരു മാർഗ്ഗമാണ് ഗ്രേവിയിൽ ഡോക്ടർ പറഞ്ഞ പോലെ മരുന്ന് 2 നേരം മിക്സ് ചെയ്ത് കൊടുക്കും. പിന്നെ മുറിവിൽ ഓയിൽമെൻറ്റ് പുരട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊന്നും വീഡിയോ എടുത്തിടാൻ എനിക്കിഷ്ടമല്ല. പൂച്ചകളുടെ മുറിവും വേദനയൊക്കെ എടുത്തിട്ട് വീഡിയോ ഇടുന്നതൊന്നും എനിക്കിഷ്ടമല്ല. എൻ്റെ ഒരു വേദന വിഷമങ്ങൾ എനിക്കുണ്ടായപ്പോൾ ഞാൻ അതെടുത്ത് വീഡിയോ ഇടണം. അതൊന്നും എനിക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ്. അത്യാവശ്യം ചെറിയ കാര്യങ്ങൾ ഇപ്പോൾ എന്നോട് ചോദിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് റിപ്ലൈ കൊടുക്കാൻ ഇഷ്ടമാണ്. അവർ ചോദിക്കുന്നതിനൊക്കെ അത് തീർച്ചയായും റിപ്ലൈ നമ്മൾ കൊടുത്ത് തന്നെ ആവണം. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരം കൊടുക്കാമെന്നല്ലാണ്ട് വേറെ അങ്ങനെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വേറെയുള്ള കാര്യങ്ങളൊന്നും വീഡിയോ ചെയ്യുന്നത് ഇഷ്ടമല്ല. എന്ന് വെച്ചാൽ പൂച്ചകളുടെ വേദന ആയിക്കോട്ടെ, നമ്മുടെ വേദന ആയിക്കോട്ടെ, അതൊക്കെ നമ്മുടേതായിട്ടുള്ളൊരു ഇതല്ലേ. ഇനി അവർക്കും കുറച്ച് കൊടുത്തോട്ടെ. സിംബ കഴിച്ചാ അപ്പുറം കഴിക്കും. ഗ്രേവി ഭയങ്കര ഇഷ്ടമല്ലേ. പാത്രം നോക്കിക്കോ, ഒപ്പം വരും പിന്നാലെ. നോക്കിക്കോ, നിൽക്കാൻ്റെ പിന്നാലെ പോകും കേട്ടാ. വരണ്ടിക്ക. ഞാൻ വയ്യാത്തോണ്ട് ഞാൻ ഒരു ഭാഗത്ത് ഇരിക്കുകയാണ്. അതാണ് നടന്ന് വീഡിയോ എടുക്കാത്ത. ഞാൻ എന്താ പറയുക, വൈറ്റമിൻ ഡിൻ്റെ കുറേ ബുദ്ധിമുട്ട്. ഒന്നിനും വയ്യ, നല്ല കുറവാണ് വൈറ്റമിൻ ഡി. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നല്ല രീതിക്കുണ്ട്. എണിച്ച് നടക്കാനുള്ള ആരോഗ്യമില്ല. ഇതേ പോയിക്കാൻ്റെ പിന്നാലെ വേണ്ട. ഇക്ക വരണ്ട്. ഇക്കഞ്ഞി അവർക്ക് ഗ്രേവി കൊടുക്കും. കൂട്ടില് ഒരാളും കൂടി ഉണ്ട്, മറക്കണ്ട. നമ്മുടെ ഓരിക്കൂട്ടൻ കൂട്ടിലുണ്ട്, അങ്ങനെ കൊടുക്കണം.